ദൈവം ഒരിക്കലും ആരുടെയും വിധി എഴുതുന്നില്ല. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളുമാണ് നമ്മുടെ വിധി എഴുതുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അറിവിൽ അഹങ്കാരമുണ്ട്. എന്നാൽ അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ മുന്നിൽ തെളിയുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളായിരിക്കും. ദുഃഖം നിന്നിലാണ്, ദുഃഖകാരണവും നിന്നിലാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഓരോ ബുദ്ധിമുട്ടുകളും ഒരു പുതിയ പാഠം നൽകുന്നു. ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളുടെ സ്വഭാവം എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ ഹൃദയം എത്ര സത്യസന്ധമാണെങ്കിലും ലോകം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് മാത്രമേ ചിന്തിക്കൂ. അതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് സ്വയം ബലഹീനത തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ദുർബലനാകും. നിങ്ങൾക്ക് സ്വയം ശക്തനാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ശക്തനാകും. ഇതെല്ലാം നിങ്ങളുടെ ചിന്തയുടെ നിലവാരം പോലെ ആയിരിക്കും. അതിനാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുമാകും. ചിലർക്ക് തങ്ങളുടെ അഹങ്കാരം മൂലം വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ചിലർക്ക് ബന്ധങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു. പണം കൊണ്ട് മാത്രം ആരും സമ്പന്നരാകില്ല. നല്ല ചിന്തകളും മനോഹരമായ ആശയങ്ങളും മധുരമായ പെരുമാറ്റവും ഉള്ളവനുമാണ് യഥാർത്ഥ സമ്പന്നൻ. മറ്റൊരാൾക്ക് നൽകാൻ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സ്നേഹവും ആദരവും നൽകുക. ഇതും ഒരു മഹത്തായ ദാനമാണ്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷെ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കരുതൽ, കണ്ണുനീർ, വിലപ്പെട്ട സമയം എന്നിവ നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ എന്നും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിരാശ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത്. അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണ് എന്നത് തീർച്ചയായ കാര്യമാണ്. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്.
മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും.